അത് ശരി, വന്ന് വന്ന് അന്തപുരത്തിലായോ ശയനം? ഇയാളിതുവരെ പോയില്ലേ? ഓഹോ, അപ്പൊ ഇവിടെ സ്ഥിരതാമസമാക്കാനാണോ പരിപാടി? എന്റെ പൊന്നു മാഷെ, ചതിക്കരുത്. ഇപ്പൊ ആകെ കൂടെ കുഴഞ്ഞേനെ. എന്തോന്ന് കുഴയാൻ? ഇയാളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. വന്ന് കയറിയപ്പോഴേ എന്റെ സ്വാതന്ത്ര്യത്തിലാണ് കയറി പിടിച്ചത്. മാഷക്ക് വൈകി പറ, ഇയാളെടുത്ത് പുറത്തു കളയാൻ. ചീള് കയറി. മാഷ് ഒന്ന് സമാധാനപ്പെടും. ഇപ്പൊ അവനെ ഉണർത്തരുത്, പ്രശ്നമാകും. പ്രശ്നം? എന്ത് പ്രശ്നം? നല്ല ഉറക്കത്തിന് വിളിച്ചുണർത്തിയാൽ വയലന്റ് ആവും, പിന്നെ പിടിച്ചാ നിൽക്കൂല. നിക്കണ്ട, ഇറങ്ങി പോട്ടെ. ഇയാൾ വയലന്റ് ആയാൽ അതിനേക്കാൾ ഞാൻ വയലന്റ് ആകും. മാഷന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വരണോനും പോനാനും ഒക്കെ കയറി ഇറങ്ങി നിരങ്ങ. ഇതെന്താ സത്രമാണോ? ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്. ഈ സൂക്കേടിന് മരുന്ന് എന്റെ ഉണ്ട്. മാഷ പറയുന്നത്. ആഹാ, ഏയ്, ഒരു പ്രാവശ്യം മൂത്രം ഒഴിച്ചു ശരിയായിക്കോളും. ഇനി നേരിട്ടൊരു ആക്രമണം ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? വാ. ഇതെന്ത് ഗിയർ സ്ലിപ്പായി? അച്ഛാ, ഈയിടെയായി കടയിൽ കളക്ഷൻ കൂടുന്നില്ലേ എന്നൊരു സംശയം. അത് ചെറുപ്പക്കാരുടെ കളക്ഷൻ. അത് ശരിയാ. നീ വന്നേ പിന്നെ നല്ല കച്ചവടം. എപ്പോ നോക്കിയാലും ആളും പേരുവാ. സുഖിപ്പിക്കണ്ട. ഞാൻ വന്നതിന് ശേഷമല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണോട് വന്നതിന് ശേഷം. അത് ഏത് പെണ്ണാണ്? ഏത് പെണ്ണ? എന്റെ ഭാര്യ പ്രേമലത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കടയും വീടും കൂടെ ഒരുമിച്ചുള്ള ഏർപ്പാട് അതങ്ങ് നിർത്തിയേക്കണം. വരുന്നവരും പോണവനൊക്കെ അങ്ങ് അകത്തോട്ടാ നോട്ടം. അത് ശരി. നിന്റെ കല്യാണത്തിന് ശേഷം പതിവായി കഴിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞാലിക്കുട്ടി മാഷ് പോലും ഇങ്ങോട്ട് കയറാതെ ഇങ്ങനെ പോയ കട മാറ്റേണ്ടി വരില്ല, പൂട്ടേണ്ടി വരും. അച്ഛ, എന്താടാ? അച്ഛനല്ല അച്ഛ, അച്ഛ. ശരീരം മുഴുവൻ ഉഴുതു മറിച്ചതുപോലുണ്ട്. ഇന്ന് ലീവായിട്ട് മലയാളം മാഷ എങ്ങോട്ടാ രാവിലെ? അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരത്യാവശ്യം. മാഷയുടെ കാര്യങ്ങൾ മാത്രം നടന്നാ മതിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹാജിയാർ ഇവിടെ വേലക്കാരൊന്നും നിർത്തിയിട്ടില്ല. വേലക്കാരെന്തിനാ? ഇവിടൊക്കെ തൂക്കാനും പെറുക്കാനും ആരാ ഉള്ളത്? നോക്കിയേ, വൃത്തിയും വെടുപ്പ് വെച്ചാടുന്ന വീടായിരുന്നു. മാഷ് വന്ന ശേഷം ഇത് ഇങ്ങനെയായത്. ഇവിടെ താമസിക്കാൻ വേറൊരുത്തനും. അവൻ ഒരുത്തനായി ഇതിനൊക്കെ കാരണം. അവൻ എന്റെ കൈ കെട്ടിയാൻ വിളിച്ചായിരുന്നു. ഇല്ല. പിന്നെ അല്ല, രാവിലെ കയ്യിലൊരു ഫീസ് വെച്ച്. ഞാനെല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെയൊക്കെ തന്നെ കാണും. തന്നെയല്ല, ഈ വീട്ടിലെ ജോലികളെല്ലാം മാഷ് തന്നെ ചെയ്യണം, മനസ്സിലായില്ലേ? ഞാനോ? ഇനി ഇതേപ്പറ്റി ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു തെളിച്ചു പറ. ഉണ്ടാവില്ല. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയ മാഷെ കിടക്കുന്നുണ്ടല്ലേ? ഞാനോ? നീ ആ ചൂലെടുത്ത് കൊടുക്കണം. ഞാനെങ്ങനെ വൃത്തിയാക്കാം? ഇതൊക്കെ മാസ്റ്റർ.